ഒരിക്കലൊരു മനുഷ്യൻ സുന്ദരിയായ പെണ്ണിനെ കെട്ടാൻ കരുതി ഓടി നടന്നൊരു സുന്ദരിയെ കണ്ടു. സുന്ദരിയെ കെട്ടി. ഇടവകയിലത്തെ ഏറ്റവും വലിയ സുന്ദരിയാണ്. 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഈ സുന്ദരിയുടെ മുഖത്ത് പാടുകൾ വരാൻ തുടങ്ങി. എത്ര മരുന്ന് തേച്ചിട്ട് ഈ പാടൊന്നും പോണില്ല. ആകെ വികൃതമാകാൻ തുടങ്ങി സുന്ദരിയുടെ മുഖം. നമ്മുടെ വിചാരം 18 വയസ്സിൽ നിന്ന് 16, 15, 14 അങ്ങനെയല്ല, 18, 28, 38, 48, 58, 68, 78, 88 ഇങ്ങനെയാവണ എല്ലാ മനുഷ്യരും. അതറിയില്ലല്ലോ. കുറെ കഴിഞ്ഞപ്പോ ഈ പാണ്ടും വികൃതമായപ്പോ അവളുടെ മനസ്സിൽ പ്രയാസമായി. എന്റെ ഭർത്താവിനെ ഇഷ്ടമില്ലാണ്ടാവോ, ഭർത്താവ് എന്നെ ഉപേക്ഷിക്കോ, ഭർത്താവിന് ഇപ്പൊ എന്നോട് താല്പര്യമില്ലാണ്ടാവോ. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം ഇയാൾ പുറത്തു പോയോ, ഇയാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ഇയാളുടെ കണ്ണിന്റെ ഞരമ്പുകൾ കേടുവന്ന് 2 കണ്ണിന്റെയും കാഴ്ച പോയി. അപ്പൊ ആ സ്ത്രീക്ക് പെട്ടെന്ന് സന്തോഷമായി. 2 കൂട്ടരും സന്തോഷത്തോടെ കുറെ കാലം ജീവിച്ചു. അവസാനം ഈ സ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പോ ഇയാൾ ഒറ്റപ്പെട്ടു. ഇയാൾക്ക് കണ്ണും കാണില്ലല്ലോ. അപ്പൊ ഇയാൾ ആ നാട്ടിലെ ആൾക്കാരെ വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവുക, ഞാൻ എന്റെ ഇവിടെ അവളുടെ കൂടിയായിരുന്നില്ല. അപ്പൊ ആൾക്കാർ ചോദിച്ചു, നിനക്ക് കണ്ണും കാണുന്നില്ല, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയി ജീവിക്കാണ്, താൻ എന്തിനാ ഇവിടുന്ന് വിട്ടുപോണം, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അയാൾ നാട്ടുകാരോട് പറഞ്ഞു, എന്റെ കണ്ണിന് ഒരു കാഴ്ച കുറവില്ല, എനിക്ക് അപകടം സംഭവിച്ചിട്ടില്ല, എനിക്കെല്ലാം കാണാമായിരുന്നു. എന്റെ ഭാര്യ, അവളുടെ ശരീരത്തിലെ നിറം മാറ്റം ഞാൻ കാണുന്നുണ്ടെന്ന് വിചാരിച്ചാൽ അവളുടെ മനസ്സ് വിഷമിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊരു നുണ പറഞ്ഞതാ, എനിക്ക് 2 കണ്ണും കാണാം. ആ സ്ത്രീ മരിച്ചുപോയി. ആ മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ് യഥാർത്ഥ സ്നേഹം. പ്രിയമുള്ള മാതാപിതാക്കളെ, സ്നേഹം സഹനമാണ്. ആ മനുഷ്യൻ അത് ഉൾക്കൊള്ളുകയാണ്. ഞാൻ അന്ധനാണ് എന്ന് അഭിനയിക്കുകയാണ്. എന്തിനു വേണ്ടി? തന്റെ ഭാര്യയുടെ മനസ്സിലെ ഒരു വിള്ളലും വേദനയും ഉണ്ടാവാതിരിക്കാൻ ക്രിസ്തു കിടക്കുകയാണ് കുരിശിൽ. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലി അർപ്പിക്കുകയാണ്.